ജാതി സെൻസസിന്റെ ചോദ്യമുന്നയിച്ച് കോൺഗ്രസ് ആദ്യ ദിവസം ശക്തമായി അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നുവെങ്കിലും നീക്കത്തിലെ തന്ത്രങ്ങൾ തിരിച്ചടിക്കുകയാണ് കോൺഗ്രസ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ ആക്രമണം കോൺഗ്രസ് ഇപ്പോൾ രൂക്ഷമാക്കി. 26 പേർ കൊല്ലപ്പെട്ടിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടും സർക്കാർ നിഷ്ക്രിയത്വം പുലർത്തുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ അവർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇതുവരെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നും കോൺഗ്രസ് പറഞ്ഞു. ജാതി സെൻസസ് പ്രഖ്യാപിച്ച സമയത്തിലും കോൺഗ്രസ് സംശയം പ്രകടിപ്പിച്ചു. രാജ്യം പഹൽഗാം സംഭവത്തിൽ ദുഃഖിക്കുന്ന സമയത്താണ് പ്രഖ്യാപനം വന്നത് എന്നും ഇത് മറ്റെന്തെങ്കിലും മറച്ചുവെക്കാൻ വേണ്ടിയാണോ എന്നും കോൺഗ്രസ് ചോദിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പഹൽഗാം സംഭവത്തെക്കുറിച്ചും ജാതി സെൻസസ് പ്രഖ്യാപനത്തെക്കുറിച്ചും പ്രവർത്തക സമിതി ഓരോ പ്രമേയം അംഗീകരിച്ചു. സ്ഥിതിവിവരക്കണക്കുകൾ മാത്രമല്ല, സാമൂഹിക സാമ്പത്തിക സൂചകങ്ങളും രേഖപ്പെടുത്തുന്ന സമഗ്രമായ ഒരു പ്രവർത്തനമായിരിക്കണം ജാതി സെൻസസ് എന്ന് കോൺഗ്രസ് പറഞ്ഞു. 56 ചോദ്യങ്ങളുള്ള തെലങ്കാന ജാതി സർവേ കേന്ദ്രം അനുകരിക്കേണ്ട മാതൃകയാണ് എന്ന് കോൺഗ്രസ് പ്രമേയത്തിൽ അവകാശപ്പെട്ടു. ജാതി സെൻസസിന് ഒരു സമയപരിധി ഉണ്ടായിരിക്കണം. 50% സംവരണം പരിധി ഉയർത്തണമെന്ന ആവശ്യം കോൺഗ്രസ് ആവർത്തിച്ചു. 6 മാസത്തിലധികം ഈ വിഷയങ്ങളിൽ പാർട്ടി ഉറച്ചു നിൽക്കേണ്ടതുണ്ട് എന്നും ജാതി സെൻസസിലേതുപോലുള്ള തുടർച്ചയായ പ്രചരണങ്ങൾ പാർട്ടിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാരിനെ നിർബന്ധിതരാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതായി യോഗത്തിൽ പങ്കെടുത്ത നേതാവ് വിശദീകരിച്ചു. ജാതി സെൻസസ് നടത്താനുള്ള തീരുമാനം ഒരു അർദ്ധരാത്രി കൊണ്ട് എടുത്തതാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ജയറാം രമേശ് രംഗത്തെത്തിയത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ജാതി സെൻസസ് നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസ് നടത്തുമെന്നാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത്. ഏപ്രിൽ 22-നായിരുന്നു പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണം നടന്നത്. ഒരു മലയാളിയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാനും തീവ്രവാദത്തെ നിർണായകമായി നിയന്ത്രിക്കാനുമുള്ള നമ്മുടെ കൂട്ടായ ഇച്ഛാശക്തി പ്രകടിപ്പിക്കേണ്ട സമയമാണിത്. നമ്മുടെ പ്രദേശത്ത് ഭീകരത കയറ്റുമതി ചെയ്യുന്നത് തുടരുന്നതിന് പാകിസ്ഥാന് മറുപടി കൊടുക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ഇതായിരുന്നു പഹൽഗാം ആക്രമണത്തെ സംബന്ധിച്ച പ്രമേയം. പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് എന്നാണ് നീതി ലഭിക്കുക എന്ന് മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേർ സിംഗ് ബാഗേൽ ചോദിച്ചു. മരിച്ചവർക്ക് അവർക്ക് എപ്പോൾ നീതി ലഭിക്കും? ആരാണ് ഉത്തരവാദി? ആഭ്യന്തരമന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ അതോ പ്രതിരോധ മന്ത്രി ഏറ്റെടുക്കുമോ? പഹൽഗാമിൽ നമ്മുടെ സുരക്ഷാ സംവിധാനം എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഇതെല്ലാമായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ. പഹൽഗാമിൽ എന്താണ് നടന്നത് എന്നതിൽ അന്വേഷണം വേണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. എന്നാൽ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്ന അന്വേഷണവുമായി ഇതിനെ വ്യാഖ്യാനിക്കും എന്നതിനാൽ പ്രമേയത്തിന്റെ കരടിൽ നിന്ന് അന്വേഷണം എന്ന വാക്ക് നീക്കം ചെയ്ത് പകരം ഉത്തരവാദിത്തം എന്നാക്കി മാറ്റി. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള പ്രദേശങ്ങളിലൊന്നായ ഇവിടെ സുരക്ഷാ രഹസ്യാന്വേഷണ മേഖലയിലെ ഗുരുതരമായ വീഴ്ചകൾ സമയബന്ധിതമായി പരിഹരിക്കണമെന്ന മുൻ ആവശ്യം പ്രവർത്തക സമിതി വീണ്ടും ആവർത്തിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ സുതാര്യതയും ഉത്തരവാദിത്തവും അർഹിക്കുന്നെന്നും പ്രവർത്തക സമിതി പ്രമേയത്തിൽ പറയുന്നു.